ഇപ്പൊ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും കത്തി നിൽക്കുന്ന ഒരു സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവരിൽ നിന്ന് ഒരു വ്ലോഗ് പോലും കാണാൻ ഇടയായിട്ടില്ല എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഏറ്റവും എനിക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവം. സത്യം പറയാല ഇപ്പൊ ഇതിൽ കാണുന്ന സത്യം പറഞ്ഞ എന്താ എന്താ ഇവിടെയൊക്കെ നടക്കുന്നത്? ഇതൊക്കെ എന്താ സംഭവം? ഒരു പിടിയും കിട്ടുന്നില്ലേ? ഒരുത്തൻ ഒരുത്തൻ മറ്റേ 2.5 മണിക്കൂർ ഫിലിമിന്റെ പോലത്തെ ലൈവ്, ഫിലിം കാണുന്നതിലും ട്വിസ്റ്റാണ് ലൈവില്. ഇപ്പം ഒരുത്തൻ്റെ ഒരു ലൈവിൽ ഒരു ഇത് കാണിച്ചു തരത്തില്ല, കരഞ്ഞ് മെഴുകുന്നൊരു ലൈവ് ഉണ്ടോ? ഞാൻ കാണിച്ചു തരാം. മില്യൺ ഫോളോവേഴ്സ് യൂട്യൂബിലും വർഷങ്ങളായിട്ട് സ്ട്രീം ചെയ്തതും ചോര ഇപ്പം തരാം. രമേശ് സാറെ ഇത് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എങ്ങനെയായാലും ഇത് മാനിപ്പുലേഷൻ ചെയ്യും. പൈസ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ഇതെല്ലാം മാറ്റാൻ പറ്റും. രമേശ് സാറെ നിങ്ങൾ ഇതിൽ ഏറ്റെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ആളുകൾ, ചെറിയ കുട്ടികളടക്കം ഇവന്റെ വീഡിയോ കണ്ടിട്ട് വൈകിട്ടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവൻ അല്ലാണ്ട് കുറെ ആൾക്കാർക്ക് വയറ്റിലുണ്ട്. പിന്നെ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഇപ്പൊ ദുബായിൽ നിന്ന് വിളിച്ചിന് ഒരാൾ വിളിച്ച് നമുക്ക് എന്തോ ബാക്കി കിട്ടുമെന്ന് വിചാരിച്ചു. ഒരു പ്രൂഫ് എന്താണെന്നറിയാം, ഒരു ദുബായിൽ പ്രൊമോഷൻ ഞാൻ ഷമീറായിട്ട് കാണിച്ചെന്നില്ലേ, പ്രൊമോഷൻ പോയിട്ട് അവിടുന്ന് CCTV ഫൂട്ടേജ് ഉണ്ട്. ഈ എല്ലാവർക്കും പൈസയാണ് വേണ്ടത്. അവസാനം എന്താക്കിയെന്നറിയാം, ചങ്ങായി പറഞ്ഞ് 25,000 രൂപ തന്നാ തരാം. നമ്മൾ പറഞ്ഞാൽ പിന്നെ ഒരു 30,000 രൂപ തരാൻ നമ്മൾ പറഞ്ഞു പോയി. ഗതികോടുണ്ട്, വെറുതെ മേടിച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അവസാനം ഡീലാക്കി തോന്നുന്നു, അതിന് ഫൂട്ടേജ് കിട്ടിയില്ല. എടാ നിയാദ് എവിടുന്നെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും CCTV ഫൂട്ടേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തേ എനിക്കൊന്നയച്ചാ എൻ്റെ ഉമ്മ നല്ല രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എൻ്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോൾ വൃത്തിക്ക് പോകാനാവുന്നില്ല. എന്താ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിയിട്ടോ പറഞ്ഞത്. ഞാൻ കരയുമെങ്കിൽ വിചാരിക്കും ഇതിനു വേണ്ടി പറയുന്നത്. എൻ്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനല്ല. കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് കലക്കണ്ടിട്ട് പറയുന്നില്ലടാ. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ കാര്യങ്ങളൊന്നുമില്ല. ഐഫോൺ ആകെ എൻ്റെ അടുത്തുള്ള ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് അടക്കാണ്. ഞാൻ ഡയറക്ടർ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, സാറേ എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് കിട്ടിയിട്ടെങ്കിലും വലിയ ഉപകാരമായി പോകുന്നത് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഒരു ദിവസം 300 സംതിങ് റുപ്യാണ് അതിൻ്റെ പൈസ ഇത് കിട്ടിയത്. ഇവർക്ക് 800 രൂപ കിട്ടിയത്. എനിക്ക് 1000 സംതിങ് റുപ്യാണ് ഇത് കിട്ടിയത്. അത് എന്താണ് തെറ്റ്? അവൾ അത്രയും 5-6 മാസം നിന്നിട്ട് എന്താണോ പറഞ്ഞത്, ജാസിക്ക് പ്രൊമോഷൻ. എടാ ഞാൻ സത്യം പറയാം, ഞാൻ ആകെ ചെയ്തൊരു തെറ്റെന്താണെന്നറിയോ? എടാ ഞാൻ അത് പറയുന്നില്ല. എന്തായിക്കോട്ടെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞോട്ടെ. എന്റെ ഫീലിങ്സ് ജസ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ. കാരണം എന്താ അറിയാ, 5-6 മാസം ഞാൻ നിങ്ങൾക്ക് ചിരിക്കൂടാ. 5-6 മാസം ഞാൻ അവിടെ നിന്നിട്ടില്ലടാ. 5-6 മാസം ഞാൻ അവിടെ നിന്നിട്ട് എനിക്കൊരു ഉറുപ്പ്യ സാലറി. ഞാൻ ഇവന്റെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന സമയത്ത് 5-6 മാസം കൃത്യമായിട്ട് എപ്പോഴും അധികം ലൈവ് ഉണ്ടായിന്. ആ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുന്ന സമയം എപ്പോഴാണ്, രാവിലെ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു 3-4 മണിയാവും. ആ ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ രാവിലെ ഒരു 10 മണി 11 മണിക്ക് എണീക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ഫുഡ്, അത് കഴിഞ്ഞിട്ട് രാത്രിക്കത്തിന് ഫുഡ്. ഇതിൻ്റെ ഇടയിൽ ഓൻ്റെ എന്തെങ്കിലും അലക്കാൻ കൊണ്ടുപോകണം. പിന്നെ അതിൻ്റെ ഇടയിൽ സ്പിൻ വീൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ശരിയാക്കാൻ പറയണം. ആ സമയത്ത് എൻ്റെ ജാസി എന്നുള്ളൊരു ക്യാരക്ടറിലാണ്ടായിന്. മീശയിൽ ഇത്ര മേടിച്ചിട്ട് ഇവൻ പറഞ്ഞ അങ്ങനെ ചെയ്താലേ ഇത് അടിപൊളിയാവുന്നല്ലോ പറഞ്ഞിട്ട്